അന്നൊരു 3:20-23 സമയത്ത് പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുത്തു വരുന്ന സമയത്ത് പെട്ടെന്നൊരു ഭീകരമായൊരു സൗണ്ട് കേൾക്കുക ചെയ്തത്. അപ്പൊ നിങ്ങളുടെ പള്ളിയുടെ അവിടുത്തെ വെടിക്കെട്ടാണെന്നുള്ള നിലയിൽ ഇതായി. അപ്പോഴേക്കും പിന്നെ ആകെ പുക നിറഞ്ഞ് ഭയങ്കര വിഷയം. അപ്പോഴേക്കും നിങ്ങൾ ഓടിയെത്തുമ്പോഴേക്കും ആകെ കത്തി ഒരുപാട് രണ്ടുപേരെ കൈ അതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഭാഷമൊക്കെ തെറിച്ച് റോട്ടിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അപ്പോഴേക്കും ആംബുലൻസ്, ഫയർഫോഴ്സ്, MLA ഒരുപാട് പേരെയൊക്കെ ബന്ധപ്പെട്ടു. ഇപ്പൊ ഫയർഫോഴ്സ് എത്തി അണച്ചു തുടങ്ങി. പക്ഷെ പൊട്ടി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് 3 പേരിനൊക്കെ വണ്ടിയിലാക്കി കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇനി പൊട്ടാനും കിടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിയോ സന്തോഷ്? ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തി. പക്ഷേ ഈ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് എത്രത്തോളം ശ്രമകരമാണ്? കാരണം ഇതൊരു വെടിക്കെട്ട് പുരയാണല്ലോ. വെടിക്കെട്ട് പുരയാണ്. പക്ഷെ അതിനോട് ഒരു 100-200 മീറ്റർ അകലിൽ നിന്ന് പമ്പ് ചെയ്യാണ്, വെള്ളം പമ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ പ്രദേശത്തുള്ള ഒരുപാട് വീടുകൾക്ക് ചില്ലുകള് എല്ലാം പൊളിഞ്ഞു നാശമായിട്ടുണ്ട്. പിന്നെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേർക്ക് ഗ്ലാസ് പൊട്ടി കൈമിലെല്ലാം പൊളിഞ്ഞു എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ന്യൂസുകളാണ് കേൾക്കാൻ പോയത്. തൊട്ടടുത്ത വീടുകളുണ്ടോ സന്തോഷ്? തൊട്ടടുത്ത് വീടുകളുണ്ട്. തൊട്ടടുത്ത് ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്. ഈ അടുത്ത് ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ നിലവിൽ? അല്ല, ഇപ്പൊ തൃശ്ശൂർ പൂരം സംബന്ധിച്ച് എന്തോ 30ഓളം പേര് ഇപ്പൊ ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടെന്നാ പറയുന്നത് കേട്ടെ. പക്ഷെ ഒന്നും ക്ലിയർ ആവണില്ല. പറയാൻ കാരണം ഒരുപാട് പുകയും ആകെ പ്രശ്നങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ തുടക്കം മുതലുള്ള ആളെന്ന നിലയിൽ ചോദിക്കുകയാണ്, എത്ര പേര് ആശുപത്രിയിൽ എത്തിക്കാനായിട്ടുണ്ട് ഇതുവരെ? 3 പേരെ ഇപ്പൊ ഓൾറെഡി കൊണ്ടുപോയിട്ടുണ്ട് ആംബുലൻസിന് 5-8 ആംബുലൻസ് ഇവിടെ റെഡിയായി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പാടത്ത് എന്തോ ഒരു ബോഡി ചെതറിക്കെടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടും കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോ. ഇതിൽ ഒരു കാര്യം കൂടി, ഇത് സ്ഥിരമായി ഇവിടെ തന്നെയാണോ തിരുവമ്പാടിക്ക് വേണ്ടിയുള്ള പടക്കം നിർമ്മിക്കുന്നത്? ഇതേ വെടിക്കെട്ട് പുരയിൽ തന്നെയാണോ സന്തോഷ്? തിരുവമ്പാടി അതുപോലെ തന്നെ പാറമേക്കാവിനുള്ള സതീഷാണ് 2 കൊല്ലം മുന്നെല്ലാം 2 കൂട്ടരുടെയും വെടിക്കെട്ട് പൊട്ടിച്ചിരുന്നു. ഇപ്രാവശ്യം വേറെ സതീഷിന്റെ കറോസിലാണ് പൊട്ടിക്കണെന്ന് തോന്നണത്. പക്ഷെ അവിടേക്കുള്ള വെടിക്കെട്ടാണ് ഇവിടെ പലരും പറയുന്നത് കേൾക്കണത്. ഇപ്പൊ തൃശ്ശൂർ പൂരം ആണല്ലോ ഞായറാഴ്ച. അപ്പൊ അതിനനുബന്ധമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് കേട്ടെ.